ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയയിൽ കൂടെയുള്ളത് അക്ഷയ് പ്രകാശ് ആണ്. യെസ്, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡു വി റിയലി നീഡ് ടു ബി ഇൻ എ റിലേഷൻഷിപ്പ്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എന്നോട് എപ്പോഴും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഇനി എപ്പോഴാണോ മുകിൽ പല്ല് വന്നിട്ടും നീ ഇങ്ങനെ നോക്കിയിരിക്കത്തേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. നമ്മൾ സിംഗിളായിരിക്കുന്ന പലർക്കും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. സത്യം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലാവാനായിട്ട് ഇത്രയും തിടുക്കം കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലയെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കും പല സന്ദർഭങ്ങളിലായിട്ട് ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിക്കൊള്ളാമെന്ന് എനിക്കും തോന്നാറുണ്ട്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സ്റ്റോറീസ് വായിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾ പറയുന്നില്ല, കുറച്ച് കുറവാണ്. എങ്കിലും നമ്മൾ പലപ്പോഴായിരിക്കണം സിനിമ കാണാറുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ നൈറ്റിലും ഓരോ സിനിമ വെച്ച് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈയിടെയായിട്ട് കണ്ട 2 ലവ് സ്റ്റോറീസിനെ കുറിച്ചാണ് നമ്മുടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീതാരാമം. എന്ത് രസമല്ലേ, ഓരോ ഫ്രെയിംസും അതിൽ ഓരോ ആൾക്കാരുടെ പെർഫോമൻസ്, എല്ലാവരും പറഞ്ഞ പോലെ ഒരു നദി പോലെ ഒഴുകുന്ന ഒരു സിനിമ. മൃണാലിൻ്റെയും ബേക്കിൻ്റെ ഒക്കെ ഒരു കെമിസ്ട്രി, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആരുമില്ലാത്തൊരു പട്ടാളക്കാരനെ സ്നേഹിച്ച, തനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിച്ച പ്രിൻസസ് നൂർജഹാൻ. എന്ത് റൊമാൻറ്റിക് ആണല്ലേ. നിങ്ങളും ഇതുപോലെ തന്നെ സിനിമ കണ്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ഇമോഷണൽ ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ബട്ട് എനിക്ക് അതിനേക്കാളൊക്കെ പ്രിയപ്പെട്ടതായിട്ട് മാറിയത് നമ്മുടെ സെക്കൻഡ് ഫിലിം എന്ന് പറയുന്നത് തിരുച്ചിത്രമ്പലമാണ്. ഒരുപക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരിക്കാം കേട്ടോ. അതിൽ ധനുഷും പ്രകാശ് രാജുമായിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ എനിക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ഇതിൽ ധനുഷിനെ പോലെയാണല്ലേ, തൊട്ടടുത്ത് തന്നെ ഇത്രയും സ്നേഹിക്കുന്ന, തന്നെ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് അറിയാണ്ട് പോകുന്ന ആ ഒരവസ്ഥ. പല മൊമെൻറ്റ്സിലും അത്തരം ഒരാൾ നഷ്ടപ്പെട്ടു പോവുകയാണ് പതിവ് എന്നുള്ളത്. പറഞ്ഞു നമ്മൾ എവിടെയോ എത്തി. ടോപ്പിക്കിലേക്ക് വരാം. ആക്ച്വലി നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇത്രയും റഷ് ആവേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ പലരും ചെയ്യുന്ന ഒരു ഭയങ്കരമായ മിസ്റ്റേക്ക് ആണല്ലോ ഇത്. ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു പാസ്റ്റിനെ മറക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ആളിലേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവർ വേണ്ടാണ്ടായാൽ, അല്ലെങ്കിൽ അവരോടുള്ള ഫീലിങ്സ് സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ, ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതൊക്കെ നമ്മൾ പലരും ഓർക്കാറില്ല എന്നുള്ളതാണ്. ഇനി അതൊക്കെ ചുമ്മാതായിരുന്നു എന്നൊരു മനസ്സിലാക്കിയിട്ട് അവസാനം അവരെ ഒന്ന് ഇട്ടേച്ച് പോകുമ്പോൾ അവരുടെ ഫീലിങ്സ് എന്തായിരിക്കും? അവരുടെ അത്രയും കാലം നിങ്ങളോട് സ്പെൻഡ് ചെയ്ത ടൈം, നിങ്ങൾക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചിട്ടുണ്ടാകുന്ന അവരുടെ സ്വപ്നങ്ങൾ, ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു കമ്പാനിയനെയാണ് നമുക്ക് ശരിക്കും വേണ്ടത് എന്നുള്ളത്. അല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മാറേണ്ടി വരിക എന്ന് പറയുന്നത് ഭയങ്കരമായ ബാഡായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, ഒന്ന് വീണ് പോയാലൊന്ന് താങ്ങാവുന്ന ഒരു പാർട്ട്ണർ. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പലർക്കും പല തോട്ട്സ് ആയിരിക്കും അല്ലേ. എന്തായാലും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു റിലേഷൻഷിപ്പൊക്കെ ഇത്രയും ധൃതി പിടിച്ച് വേണോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി നമ്മളെ പുതിയൊരു ക്യൂട്ട് ലിറ്റിൽ എപ്പിസോഡ്, ഭയങ്കര ഷോർട്ടായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ അവസാനിക്കുവാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ ഉടൻ തന്നെ വരുമായിരിക്കും. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. യു ആർ ലിസണിങ് സ്റ്റോറീസ് വിത്ത് അക്ഷയ്, കൂടെയുള്ളത് അക്ഷയ് പ്രകാശ് ആണ്.